ഇടതുപക്ഷ സർക്കാരിനെതിരെ പൊതുജനങ്ങളുടെ ഇടയിൽ വലിയൊരു വിപ്രതിപത്തിയുണ്ട്. 9 വർഷം പിന്നിട്ട 10ാം വർഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ വിയോജിപ്പുണ്ടാവും, വലിയ വിപ്രതിപത്തി ഉണ്ടാവും. നമ്മൾ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്, ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിലും കാണുന്നു. ഇനി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ മിക്കവാറും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനിരിക്കുന്നതാണ്. അത് നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. അൻവർ ഉയർത്തിയ ചില വിഷയങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ പോലീസിലെ കാവ്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് സംസ്ഥാനത്തെമ്പാടും ന്യൂനപക്ഷ സമുദായക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായക്കാരുടെ ഇടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഉത്തരവാദിത്തമുള്ള ഒരു MLA, അതും ഇടതുപക്ഷ പാനലിൽ നിന്ന് ജയിച്ച ഒരാൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ശക്തിയും ഒരു രൂക്ഷതയും അതിവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അനുകൂല സാഹചര്യങ്ങളൊക്കെ ഷൗക്കത്തിനുണ്ടായിരുന്നു. പക്ഷേ അൻവറിനെ പിന്തുണച്ചതിൽ അത് ഇടതുപക്ഷത്തു നിന്ന് ഭിന്നിപ്പിച്ച വോട്ടല്ല, അത് കോൺഗ്രസിൽ നിന്ന് ഭിന്നിപ്പിച്ചതുപോലുമല്ല, അത് ഈ മുസ്ലിം ലീഗുകാരുടെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് മുതലായ മത മൗലികവാദികളുടെയും മതരാഷ്ട്രവാദികളുടെയും തീവ്രവാദികളുടെയും കൂടി വോട്ടാണ്. മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ആര്യാടൻ ഷൗക്കത്തിന് അവർ വോട്ട് ചെയ്യില്ല. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിച്ച സ്വരാജിനും അവർ വോട്ട് ചെയ്യുകയില്ല. അങ്ങനെയാണ് അൻവറിന് 20,000 വോട്ട് കിട്ടിയത്. അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ മുഖസൗന്ദര്യം കണ്ടിട്ട് ആൾക്കാർ വോട്ട് ചെയ്തതല്ല. 9 കൊല്ലം ആ മണ്ഡലത്തിൽ പുള്ളി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കണ്ട് കോരിത്തരിച്ചിട്ട് വോട്ട് ചെയ്തതുമല്ല. മതനിരപേക്ഷ ചിന്താഗതിക്കാരായ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആര്യാടൻ മുഹമ്മദിൽ വിശ്വാസം അർപ്പിച്ചിരുന്നവരാണ്. അവരിപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു.